അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷെനോഫാസ് ചാനൽ. നമുക്ക് ഒരു ചരിത്രയിലോട് തുടങ്ങാം. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് മഹാനായ പ്രവാചകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ ജീവിത ചരിത്രമാണ്. അല്ലാഹു തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അതുപോലെ ഈ ചരിത്രം നമ്മളിലെത്താൻ കാരണകരായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല നാഫിയായ ഇൽമ് പ്രാധാന്യം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മനുഷ്യക്കൂട്ടത്തിൽ നേർമാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടു 1,00,000-അപ്പുറം പ്രവാചകന്മാർ ഈ ലോകത്തിൽ വന്നിട്ടുണ്ട്. ഇതിൽ 25 പ്രവാചകൻ വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയിട്ടുമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ 2 പുത്രന്മാരിൽ ഒരാളാണ് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാം മനുഷ്യവർഗം മറക്കാത്ത പേര്. ഓരോ ദിവസവും കഴിയുമ്പോൾ ആൾക്കാർ കൂടുതൽ ഓർക്കുന്ന പേര്. സംസം, അത് ഒഴുകിക്കൊണ്ടേയിരിക്കും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക്. അത് ഒഴുകാത്ത ദിവസങ്ങളില്ല. സംസം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഓർമ്മിപ്പിക്കുന്നു. ഒരു നിസ്കാരത്തിൽ 2 തവണ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തിനെയും അനുസ്മരിക്കുന്നു. ഇങ്ങനെ 5 നേരം നമസ്കരിക്കുമ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കുടുംബവും ഓർമ്മയിൽ തെളിയുന്നു. നമുക്ക് ഒരു യാത്രയിലൂടെ കഥ പറഞ്ഞു തുടങ്ങാം. ഒരു ചെറിയ യാത്രാസംഘം. അവർ ബാബിലോണിയയിലാണ് യാത്ര പുറപ്പെടുന്നത്. യാത്രാസംഘത്തിൻ്റെ നേതാവ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അവിടുത്തെ ഭാര്യ സാറാ ബീവി റളിയല്ലാഹു അൻഹ ആയിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യ മലക്ക, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരപുത്രൻ ലൂത്ത് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പിതാവ് താറാഹ്, ഇവരാണ് ഈ യാത്രാസംഘത്തിൻ്റെ ആൾക്കാർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പിതാവ് താറാഹ് യാത്ര പുറപ്പെടും മുമ്പേ മരണപ്പെട്ടു. പിതാവിൻ്റെ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കപ്പെട്ടു. പിന്നെയും യാത്ര തുടങ്ങി. അഗ്നിപരീക്ഷണങ്ങളിൽ കഴിഞ്ഞതിൻ്റെ ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ ജനതയെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. ഏകദൈവ വിശ്വാസം മുടക്കുക, ബിംബാരാധന ഒഴിവാക്കുക, പ്രകൃതി ശക്തികളെ ആരാധിക്കരുത്, ഇതൊക്കെ ജനങ്ങൾ നിരാകരിച്ചു. അവർ അത് വിശ്വസിച്ചില്ല. അവർ നക്ഷത്രങ്ങളെ ആരാധിച്ചു. ചന്ദ്രനെയും സൂര്യനെയും ആരാധിച്ചു. സൂര്യനെയും നക്ഷത്രൻ്റെയും ചന്ദ്രത്തെയും പേരിൽ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. ഇവയൊക്കെ ജനങ്ങളെ വല്ലാതെ സ്വാധീനിച്ചു. നമുക്ക് മറ്റൊരാളെ പരിചയപ്പെടാം. നമ്രൂദ് രാജാവ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ എതിരെ രാജാവിൻ്റെ കോടതിയിൽ പരാതിപ്പെട്ടു. രാജാവ് പരാതിയെ ഗൗരവത്തിലെടുത്തു. ഇതുപോലൊരു പരാതി മുമ്പ് വന്നിട്ടില്ല. ഗുരുതരമായ സംഭവം നടന്നു. അതൊരു ദിവസമായിരുന്നു. കൊല്ലത്തിലൊരിക്കൽ നടക്കുന്ന ഉത്സവം. അന്ന് രാവിലെ തന്നെ എല്ലാവരും മൈതാനത്തിലെത്തി. പിന്നെ ആഘോഷം, പരിപാടികളാണ്. തീറ്റിയും കുടിയും പാട്ടും കലിയും ആണും പെണ്ണും ഒന്നിച്ചു തുല്ലും. ആഹ്ലാദം കത്തി ആടിപ്പാടിത്തളർന്നു. നിറയെ ബിംബങ്ങളുള്ള പ്രാർത്ഥനാ ഹാളിലേക്ക് അവർ ഉത്സവമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയിലേക്ക് മടങ്ങാനായിട്ട് ഹാളിലേക്ക് കയറിയപ്പോൾ എന്താണ് ഈ കാണുന്നത്? സ്വപ്നമോ യാഥാർത്ഥ്യമോ വിശ്വസിക്കാനാകുന്നില്ല. ബിംബങ്ങൾ തകർന്ന് വീണ് കിടക്കുന്നു. എല്ലാം വെട്ടിപ്പൊളിച്ചിരിക്കുന്നു. എത്രയോ കഷ്ണങ്ങളായി. ആരിത് ചെയ്തു? വലിയ ബിംബം. അതിനൊരു കുഴപ്പവുമില്ല. അതിൻ്റെ കഴുത്തിൽ ഒരു കോടാലി കെട്ടിത്തൂക്കിയിരിക്കുകയാണ്. പെണ്ണുങ്ങൾ സങ്കടം അടക്കി വെക്കാനാകാതെ പൊട്ടിക്കരയുന്നു. ഇത് അവൻ തന്നെ ആയിരിക്കും, ഇബ്രാഹിം എന്ന പേരുള്ള ആ ചെറുപ്പക്കാരൻ. പിന്നെ താമസമുണ്ടായില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിടിക്കപ്പെട്ടു, വിചാരണ ചെയ്യപ്പെട്ടു. ഈ രംഗം വളരെ വിശുദ്ധമായി തന്നെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. സൂറത്തുൽ അംബിയായിൽ 21-ാമത്തെ അധ്യായം 59-ാം വചനം മുതൽ 71-ാം വചനം വരെ അല്ലാഹു തആല പറയുന്നു. അവർ ചോദിച്ചു, നീയാണോ നമ്മൾ ആരാധിക്കുന്നവരോട് ഇങ്ങനെ ചെയ്തത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അപ്പോൾ പറഞ്ഞു, എന്നാൽ ഇത് അവരിലുള്ള ഈ വലിയവൻ ചെയ്തതായിരിക്കും. അവൻ സംസാരിക്കുമെങ്കിൽ നിങ്ങൾ അവനോട് ചോദിച്ചു നോക്കൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഈ വചനം അവരെ ഉത്തരം മുട്ടിച്ചു. ബിംബങ്ങൾ സംസാരിക്കില്ല എന്ന് അവർക്ക് അറിയാം.
തകർത്തവനെ പറ്റി ഒരക്ഷരവും പറഞ്ഞില്ല. അങ്ങനെയുള്ളതിനെ ആരാധിച്ച് എന്ത് കാര്യം? കുറേ നേരം ചിന്തിച്ചു. ചിലർ സ്വയം കുറ്റപ്പെടുത്തി. ബിംബാരാധനം തെറ്റാണെന്ന് അറിയാം, പക്ഷേ എങ്ങനെ സമ്മതിക്കും? സമ്മതിക്കില്ല. ബിംബങ്ങളെ തകർത്തവൻ ഇവൻ തന്നെ, ഇബ്രാഹിം. അവനെ കത്തിച്ചു കളയണം. അതെ, അതാണ് ശിക്ഷ. ശിക്ഷ വിധിക്കപ്പെട്ടു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അഗ്നിയിൽ എറിയാൻ നമ്രൂദ് രാജാവ് പറഞ്ഞു. വലിയ കുഴിയുണ്ടാക്കി, വലിയ മരം. ആ മരങ്ങളെ മുറിച്ച് വിറകാക്കി. കുഴി നിറക്കാൻ ദിവസങ്ങളെടുത്തു. തീ കൊടുക്കപ്പെട്ടു. തീ കത്തിപ്പടർന്നു. അസഹ്യമായ ചൂട്. പരിസരത്തിലേക്ക് തന്നെ അടുത്തുകൂടാ. മേൽഭാഗത്ത് തന്നെ പക്ഷികൾ പറക്കാൻ കഴിയുന്നില്ല. ആ അഗ്നിജ്വാലത്തിലേക്ക് പ്രിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ എറിയപ്പെട്ടു. ആ നിമിഷം തന്നെ അഗ്നിക്ക് അല്ലാഹു തആല കൽപ്പന നൽകി. ഓ തീ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തണുപ്പാകൂ, നീ രക്ഷനാവുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരാപത്തും സംഭവിച്ചില്ല. ആ പ്രവാചകർ അഗ്നിയിൽ കടന്നു ചെല്ലിയത് ഇങ്ങനെയായിരുന്നു. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അന്നേരം ജിബ്രീൽ നബി അലൈഹിസ്സലാം വന്നു. വല്ല ആവശ്യമുണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ മറുപടി നൽകി. എൻ്റെ അവസ്ഥ അല്ലാഹുവിനറിയാം, ഞാനൊന്നും ചോദിക്കുന്നില്ല. അഗ്നി പരീക്ഷണയിൽ പുണ്യപ്രവാചകർ രക്ഷപ്പെട്ടു. അല്ലാഹു തആല രക്ഷപ്പെടുത്തി. പിന്നീട് ദീന പ്രബോധനത്തിന് വേണ്ടി അവർ ഷാമിലേക്കും ഷാമിൽ നിന്ന് ഈജിപ്തിലേക്ക് യാത്ര നടത്തി. ഈജിപ്തിൽ ക്രൂരനായ ഒരു രാജാവുണ്ടായിരുന്നു. രാജാവിൻ്റെ ദൂതന്മാർ വിദേശത്തിൽ നിന്ന് വരുന്ന ആൾക്കാരെ പ്രത്യേകം നിരീക്ഷിക്കും. ഈജിപ്തിലേക്ക് വരുന്ന സംഘങ്ങളിൽ വളരെ സുന്ദരിയായ സ്ത്രീകളുണ്ടെങ്കിൽ ഉടനെ രാജാവിനെ അറിയിക്കും. സുന്ദരിയായ പെണ്ണുങ്ങളെ രാജാവ് കൊട്ടാരത്തിലേക്ക് വരുത്തും. പിന്നീട് അവർ രാജാവ് പറയുന്നതൊക്കെ അനുസരിക്കണം. അതാണ് പതിവ്. ദൂതന്മാർ ഇങ്ങനെ രാജാവിനോട് വിവരം അറിയിച്ചു. ഒരു സംഘം എത്തിയിട്ടുണ്ട്. കൂട്ടത്തിൽ അതിസുന്ദരിയായ ഒരു യുവതിയുമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അവർ ചോദിച്ചു, ഈ സ്ത്രീ ഏതാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം മറുപടി ഇപ്രകാരമായിരുന്നു, എൻ്റെ സഹോദരി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറാ ബീവിയോട് പറഞ്ഞു, ഇവർ എന്നോട് നീ ആരാണെന്ന് ചോദിച്ചു. ഓ സാറാ, ഞാൻ പറഞ്ഞു എൻ്റെ സഹോദരിയാണെന്ന്. ഭൂലോകത്ത് സത്യവിശ്വാസിയായി ഇപ്പോൾ ഞാനും നീയും മാത്രമേ ഉള്ളൂ. കൊട്ടാരത്തിൽ നിന്ന് കൽപ്പന വന്നു സ്ത്രീയെ കൊട്ടാരത്തിലേക്ക് എത്തിപ്പിക്കുക എന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അവിടെ നിർത്തി സാറാ ബീവി പോവുകയാണ് കൊട്ടാരത്തിലേക്ക്. ആഡംബരങ്ങൾ നിറഞ്ഞ കൊട്ടാരം, എന്തെല്ലാം അലങ്കാരം നിറഞ്ഞ മുറിയിലേക്ക് സാറാ ബീവിയെ സ്വാഗതിച്ചു. സാറാ ബീവി ഒളു എടുത്ത് 2 റകഅത്ത് നിസ്കാരത്തിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, ഞാൻ നിന്നിൽ വിശ്വസിച്ചു, നിന്റെ പ്രവാചകനിലും വിശ്വസിച്ചു. എൻ്റെ ഭർത്താവല്ലാതെ എൻ്റെ ശരീരത്തെ സ്പർശിച്ചവരാരുമില്ല. എൻ്റെ ശരീരം നീ കാത്തുകൊള്ളണമേ. ഈ ക്രൂരൻ്റെ കയ്യിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണമേ. രാജാവ് അടുത്തേക്ക് വന്നു. സാറാ ബീവിയെ അടുത്തേക്ക് ചെന്നപ്പോൾ വെട്ടിത്തിളയുന്ന സൗന്ദര്യത്തെ ആസ്വദിക്കുകയാണ്. പെട്ടെന്ന് അയാൾ അശക്തനായി, ഒന്നിനും കഴിയാത്തവനായി. എൻ്റെ ശക്തി വീണ്ടും കിട്ടാനായി ഒന്ന് പ്രാർത്ഥിക്കൂ, ഞാൻ ഇനി ഉപദ്രവിക്കുകയില്ല. സാറാ ബീവി മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചു. രാജാവ് ശക്തനായി. മനസ്സിൽ മോഹം നിറഞ്ഞു. ബീവിയെ പിടിക്കാൻ ശ്രമിച്ചു. വീണ്ടും അശക്തനായിപ്പോയി. ഒന്നുകൂടി പ്രാർത്ഥിക്കൂ, എൻ്റെ ശക്തി തിരിച്ചു കിട്ടാൻ ഞാൻ ഇനി ഉപദ്രവിക്കില്ല. വീണ്ടും സാറാ ബീവി പ്രാർത്ഥിച്ചു. ശക്തി തിരിച്ചു കിട്ടുകയും ചെയ്തു. പക്ഷേ പിന്മാറാൻ തോന്നിയില്ല. വീണ്ടും സാറാ ബീവിയെ പിടിക്കാൻ ചെന്നു. വീണ്ടും അതുപോലെയായി. വീണ്ടും കരയാൻ തുടങ്ങി. നിശ്ചയമായും ഞാൻ ഇനി ഉപദ്രവിക്കില്ല, ഒന്നുകൂടി പ്രാർത്ഥിക്കണേ, എൻ്റെ രക്ഷപ്പെടുത്തണേ. സാറാ ബീവി വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ 3ഓ 4ഓ തവണ രാജാവ് സാറാ ബീവിയെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇത് സാധാരണ സ്ത്രീയല്ല എന്ന് രാജാവിനെ ബോധ്യമായി. ഈ സ്ത്രീയെ അവരുടെ ആളുകളുടെ സമീപത്തിലേക്ക് കൊണ്ടുപോകൂ. സാറാ ബീവിയെ കൂട്ടത്തിലേക്ക് അയച്ചു.
സാറാ ബീവി കൊട്ടാരത്തിൽ പോയപ്പോൾ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിസ്കാരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അള്ളാഹുവെ, ദുഷ്ടനായ രാജാവിൻ്റെ ഉപദ്രവത്തെ തൊട്ട് സാറാ ബീവിയെ രക്ഷിക്കണമേ എന്ന് കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന. സാറാ ബീവി തിരിച്ചെത്തി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അപ്പോഴും പ്രാർത്ഥനയിലായിരുന്നു. സാറാ ബീവിയുടെ മുഖത്ത് ശാന്തമായിരുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല. എന്താണ് ഉണ്ടായത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു. ദുഷ്ടനായ രാജാവിൻ്റെ ഉപദ്രവത്തെ തൊട്ട് അല്ലാഹു തആല എന്നെ രക്ഷപ്പെടുത്തി എന്ന് സാറാ ബീവി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു. കൽബിൽ സന്തോഷം നിറഞ്ഞു. കണ്ണ് കുളിർമയായി. മനസ്സമാധാനം കിട്ടി. സാറാ ബീവിയോടുള്ള സ്നേഹം കൂടുതൽ ശക്തിയായി. എത്ര പരിശുദ്ധയാണ് എൻ്റെ ഭാര്യ! അള്ളാഹുവിനോടുള്ള പേടി, ദീനീ ബോധം, ഭർത്താവിനോട് കളങ്കമില്ലാത്ത സ്നേഹം. ഹവ്വാ ബീവിക്ക് ശേഷം ലോകം കണ്ട ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീയായിരുന്നു സാറാ ബീവി റളിയല്ലാഹു അൻഹ. ഈജിപ്തിൻ്റെ രാജാവ് അവർക്ക് ഒരു അടിമ സ്ത്രീയായ ഹാജറ ബീവി എന്ന സ്ത്രീയെ കൊടുത്തിരുന്നു. അതെ, ഹാജറ ബീവി റളിയല്ലാഹു അൻഹ. ഇവർ ഒരു ചരിത്രകഥയിൽ പറഞ്ഞു ഒതുങ്ങുന്നത്രയാണോ? അല്ല. ഇവരെക്കുറിച്ച് ഭാഷയിൽ പറഞ്ഞു തീർക്കാൻ പദങ്ങളുണ്ടോ? ഷഫയിൽ നിന്ന് മർവയിലേക്ക് ഓടുന്ന ഹാജറ ബീവിയെ വേർപ്പ് ഇപ്പോഴും കൺമുന്നിൽ കാണുന്നില്ലേ? ഉമ്മയാണത്, നമ്മുടെ ഉമ്മ. സമുദ്ര സമാനമായ പുത്രവാത്സല്യം സംസം ജലമായ നമ്മുടെ അടുത്തേക്ക് ഒഴുകി വരുന്നു. അതങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും അന്ത്യനാൾ വരെ. എല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമായിരുന്നു നടക്കുന്നത്. അവർ യാത്ര പോയി. അടിമ സ്ത്രീയെയും കൂടെ കൂട്ടി. അവർ ലഭിച്ചതിന് ശേഷം ഐശ്വര്യം ഇങ്ങനെ കൂടുന്നുണ്ടായിരുന്നു. അവിടുന്ന് ഫലസ്തീനിലേക്ക് പോകാൻ കൽപ്പനയായി, ബൈത്തുൽ മുഖദ്ദിസിൻ്റെ വീട്ടിലേക്ക്. മക്കളില്ലാത്ത ദമ്പതികളാണ് ഇവർ. വിവാഹം കഴിച്ചിട്ട് കാലമതെത്രയായി? ഒരു കുഞ്ഞ് കിട്ടാൻ പൊതിയോടെ കാത്തിരിക്കുകയായിരുന്നു. എത്ര കാലമായി ഒരു കുഞ്ഞിനെ വേണ്ടി കാത്തിരിക്കുന്നത്? സാറാ ബീവി ഗർഭിണിയായതേയില്ല. ആ കാര്യം അവരെ വല്ലാത്ത ദുഃഖം ചെയ്യുകയായിരുന്നു. പ്രതീക്ഷയും കൈവിട്ടില്ല. മനസ്സിൽ പ്രതീക്ഷ സൂക്ഷിക്കുകയുമായിരുന്നു. അപ്പോൾ ഇതാ സന്തോഷവാർത്ത ലഭിക്കുന്നത്. ദീർഘകാലത്തിൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. 20 വർഷങ്ങൾക്കായിട്ട് ഒരു കുഞ്ഞിനെ വേണ്ടി എത്ര തവണ പ്രാർത്ഥിച്ചു. സാറാ ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായതേയില്ല. അവരുടെ മനസ്സിൽ മറ്റൊരു സംഗതി വളരുകയായിരുന്നു. മരിക്കും മുമ്പേ ഒരു കുഞ്ഞിനെ കാണണം. അതിനുള്ള ഒരു വഴി മനസ്സിൽ തെളിയുകയാണ്. ഹാജറ എന്ന യുവതിയുടെ പ്രതീക്ഷ. ഗർഭിണിയാവാനും പ്രസവിക്കാനും പറ്റിയ പ്രായം. ഹാജറ ബീവിനെ വിവാഹം ചെയ്തു കൊള്ളട്ടെ. ഭർത്താവിന് അതിനു വേണ്ടി നിർബന്ധിക്കാം. കുഞ്ഞിനെ കാണാൻ ഭർത്താവിന് നല്ലൊരു ആഗ്രഹമുണ്ടല്ലേ, അതുകൊണ്ട് സമ്മതിക്കുമായിരിക്കും. ഈ കാര്യത്തിനെക്കുറിച്ച് സാറാ ബീവി ഭർത്താവിനോട് സംസാരിച്ചു. എല്ലാം അള്ളാഹുവിൻ്റെ നിശ്ചയമായിരുന്നു. അള്ളാഹുവിൻ്റെ തീരുമാനം ഭൂമിയിൽ നടപ്പിലാകുന്നു. അതിന് ചില കാരണങ്ങൾ സംഭവിക്കുന്നു. സാറാ ബീവിയുടെ മനസ്സിൽ നിന്ന് വന്ന അതേ ചിന്ത. ആ ചിന്ത അള്ളാഹുവിൻ്റെ നിശ്ചയം തന്നെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൽപ്പന പ്രകാരം ഓരോ ചലനങ്ങളും അള്ളാഹുവിനെ അനുസരിച്ച് പ്രവർത്തിച്ചു. ഹാജറ ബീവിയെ വിവാഹം ചെയ്യുന്നു. അതിൽ ഒരു പുത്രൻ ജനിക്കുന്നു എന്നത് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ അറിയുന്ന നിമിഷം വാക്കിലോട് പറയാൻ സാധിക്കില്ല. വിവാഹമംഗലമായി. വിവാഹ വസ്ത്രം ധരിച്ചു. ആഭരണങ്ങൾ ശരീരത്തിൻ്റെ അഴക് വർദ്ധിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെയും അവിടുത്തെ പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമുക്ക് അടുത്ത ഭാഗങ്ങളായി ചർച്ച ചെയ്യാം. തൽക്കാലം എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.